ക്രിസ്മസ് എക്സാംസ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചാപ്റ്റർ 5 നിന്ന് വരാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം വന്നു കണ്ട ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുന്നത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ആ ചോദ്യം. റൈറ്റ് ആൻ HTML കോഡ് ടു ക്രിയേറ്റ് എ ടേബിൾ ആസ് ഷോൺ ബിലോ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു HTML കോഡ് എഴുതുക. അപ്പം എങ്ങനെയാണ് ഒരു HTML കോഡ് എഴുതേണ്ടത്, ടേബിൾ നിർമ്മിക്കുന്നതിനുള്ള HTML കോഡ് എഴുതേണ്ടത് എന്നൊക്കെ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ, അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം. ആ ലിങ്ക് നോക്കി നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഫുൾ പഠിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഒരു ടേബിൾ തന്നിരിക്കുന്നു. ആ ടേബിളിൻ്റെ ഹെഡിങ് ആയിട്ട് പെർസെൻറ്റേജ് ഓഫ് റിസൾട്ട്, അതുപോലെ തന്നെ ഇയർ 2016, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ടേബിളിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ കോഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ HTML ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ ഹെഡ് ടാഗിന് നമ്മൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന ഹെഡ് ടാഗിന് ടൈറ്റിൽ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം. സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാം. അതിനുശേഷം നമുക്കറിയാം ബോഡി ടാഗിനകത്തായിട്ട് ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ടേബിളിൻ്റെ ടാഗ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്തു. ടേബിൾ ടാഗിൻ്റെ ബോർഡർ 1 ആയിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ സെൽ സ്പേസിംഗ് 3, സെൽ പാഡിംഗ് 5 എന്നും സെറ്റ് ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുന്നതാട്ടോ. സെൽ സ്പേസിംഗ്, സെൽ പാഡിങ്ങും. എന്താണ് സെൽ സ്പേസിംഗ്, സെൽ പാഡിംഗ്, ഇതെല്ലാം നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാം ഈ ടേബിളിൽ എത്ര റോസ് ആണുള്ളത്, 1, 2, 3 റോസ് ആണ് ഈ ടേബിളിലുള്ളത് അല്ലേ. അതിൽ തന്നെ ഈ ആദ്യത്തെ റോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 3 കോളംസ് ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പെർസെൻറ്റേജ് ഓഫ് റിസൾട്ട് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ കൊടുക്കുക എന്ന് നോക്കാം. ടേബിൾ റോ TR എന്ന ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനുള്ളിലായിട്ട് TH എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. TH എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടേബിൾ ഹെഡ് TH. പെർസെൻറ്റേജ് ഓഫ് റിസൾട്ട് എന്ന് പറയുന്നത് ഹെഡിങ് ആണ്, അതാണ് നമ്മൾ TH ടാഗ് യൂസ് ചെയ്തത്. ഹിയർ നമുക്കറിയാം 3 കോളം ഒരുമിച്ച് ചേർത്തിട്ടാണ് ഇവിടെ പെർസെൻറ്റേജ് ഓഫ് റിസൾട്ട് എന്ന ഒരു സിംഗിൾ റോ ആയിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ കോൾ സ്പാൻ ഈക്വൽ ടു 3 എന്ന് എഴുതിയിരിക്കുന്നത്. TH കോൾ സ്പാൻ ഈക്വൽ ടു 3. ദെൻ നമ്മുടെ ഹെഡിങ് എഴുതുക, പെർസെൻറ്റേജ് ഓഫ് റിസൾട്ട്. അതിനുശേഷം THൻ്റെ ടാഗ് ക്ലോസ് ചെയ്യുക. അടുത്തതായിട്ട് ഈ TR ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ ഇവിടെ ഫിനിഷ് ചെയ്തു. ഇനി അടുത്തത് രണ്ടാമത്തെ റോയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഈ രണ്ടാമത്തെ റോ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, 2 റോയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സിംഗിൾ റോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും TR ടാഗ് ഓപ്പൺ ചെയ്യുക. അതിനകത്തായിട്ട് TH, ഇവിടെ ഇയർ എന്ന് പറയുന്നത് ഹെഡിങ് ആണ്. ഹെഡിങ് ആയതുകൊണ്ടാണ് ഇയർ എന്ന് പറയുന്നത് ഒരു ബോൾഡ് ലെറ്റേഴ്സിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇയർ TH റോ സ്പാൻ ഈക്വൽ ടു 2. കാരണം എന്താ, ഈ 2 റോസും കമ്പൈൻ ചെയ്തൊരു സിംഗിൾ സ്പേസിലാണ് ഈ ഒരു സിംഗിൾ റോ, ഒരു സിംഗിൾ കോളമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ TR ദെൻ TH റോ സ്പാൻ ഈക്വൽ ടു 2. ദെൻ എന്താണ് ഹെഡിങ്, ഇയർ എന്നുള്ളത് എഴുതുക. അതിനുശേഷം THൻ്റെ ടാഗ് ക്ലോസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് TD. നമുക്കറിയാം ടേബിളിലെ റോയിലേക്ക് ഡാറ്റാസ് എൻട്രി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് TD ടാഗ്, ടേബിൾ ഡാറ്റ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2016 എന്ന ടേബിൾ ഡാറ്റ കാണാം. അതിന് നേരെ 90 എന്ന് പറയുന്ന റിസൾട്ടും കാണാം. അപ്പോൾ TD 2016, ദെൻ TD ടാഗ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു TD ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ 90 എന്ന് പറയുന്ന വാല്യൂ എൻ്റർ ചെയ്തു. ദെൻ TD ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് റോ ഇവിടെ ഫിനിഷ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും TR ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത റോയിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വാല്യൂസ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു TR ടാഗ് കൂടി ഓപ്പൺ ചെയ്യുക. TR ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ അവിടെ എന്താ ചെയ്യേണ്ടത്, 2017 എന്ന് പറയുന്ന ഡാറ്റ, അതുപോലെ തന്നെ 93 എന്ന് പറയുന്ന ഡാറ്റ, ഈ 2 ഡാറ്റാസ് എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യേണ്ടത്, TD ടാഗ്. TD 2017, ദെൻ TD ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ TD 93, ദെൻ TD ടാഗ് അഗെയിൻ ക്ലോസ് ചെയ്തു. ഇതോടുകൂടി ഈ സെക്കൻഡ് റോയും ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് റോയും ക്ലോസ് ചെയ്യുക. TR ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടേബിളിലെ ഡാറ്റാസ് എല്ലാം എൻ്റർ ചെയ്തു. അതിനുശേഷം ടേബിളിൻ്റെ ടാഗ് ഓപ്പൺ ചെയ്തത് ക്ലോസ് ചെയ്യുക, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തത് ക്ലോസ് ചെയ്യുക, ദെൻ HTML ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഇത് റൺ ചെയ്തു. റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മൾ ടൈപ്പ് ചെയ്ത
ആ കോഡ് HTML കോഡിനനുസരിച്ചിട്ടുള്ള കറസ്പോണ്ടിങ് HTML ടേബിൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ് HTML കോഡ് ടു ക്രിയേറ്റ് ദ ഫോളോവിങ് ടേബിൾ. താഴെ കാണുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു HTML കോഡ് എഴുതുക. അപ്പോൾ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു 3 മാർക്കിന്റെ ചോദ്യമാണ്. അതാണ് കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം വളരെ സിമ്പിൾ ആണിത്. കാരണം ഇവിടെ ആകെ 2 റോസ് ആണുള്ളത്, അതുപോലെ തന്നെ 2 കോളംസ് ആണുള്ളത്. ടേബിൾ ഹെഡിങ് ആയിട്ട് വരുന്നത് റോൾ നമ്പർ അതുപോലെ നെയിം. അപ്പോൾ ആദ്യം തന്നെ HTML ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ ഹെഡ് ടാഗിനകത്തായിട്ട് ഇതിനൊരു ടൈറ്റിൽ കൊടുത്തു, സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ തന്നെ കൊടുത്തു. അതിനുശേഷം ബോഡി ടാഗിനകത്തായിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്തു, ബോർഡർ 1 എന്ന് എഴുതി. നമുക്കറിയാം ഇവിടെ 2 റോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് TR ടാഗ് എത്ര എണ്ണം വേണം? 2 TR ടാഗ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് TR ടാഗ് ഓപ്പൺ ചെയ്തു. അതിനകത്തായിട്ട് ഇവിടെ ഹെഡിങ് ആണ് വരുന്നത്. റോൾ നമ്പർ ആൻഡ് നെയിം എന്ന് പറയുന്നത് ഹെഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ TH ടാഗ് ഓപ്പൺ ചെയ്യുക. അതിനകത്തായിട്ട് റോൾ നമ്പർ എഴുതുന്നു. ദെൻ TH ടാഗ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നെയിം കൊടുക്കാനായിട്ട് നെയിം എന്ന് പറയുന്ന ഹെഡിങ്ങിന് വേണ്ടി വീണ്ടും TH ടാഗ് ഓപ്പൺ ചെയ്യുന്നു, TH ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഇതിനകത്തായിട്ട് നെയിം എന്ന് പറയുന്നത് എഴുതുന്നു. ഓക്കെ, അപ്പോൾ TR ടാഗ് അഗൈൻ ക്ലോസ് ചെയ്യുക. അതായത് ഫസ്റ്റ് റോ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് 1 എന്ന് പറയുന്ന ഡാറ്റ, അതുപോലെ അമൽ എന്ന് പറയുന്ന ഡാറ്റാസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടാഗാണ്? TD ടാഗ്. അപ്പോൾ വീണ്ടും അടുത്ത റോയ്ക്ക് വേണ്ടി TR ടാഗ് ഓപ്പൺ ചെയ്തു, TD1, ദെൻ TD ടാഗ് ക്ലോസ് ചെയ്തു, TD അമൽ, ദെൻ TD ടാഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ റോ ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റോയുടെ ടാഗ് ക്ലോസ് ചെയ്യണം. TR ടാഗ് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. ദെൻ ടേബിളിൻ്റെ ടാഗ് ക്ലോസ് ചെയ്യുന്നു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. വളരെ ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്, 1 മാർക്കിൻ്റെ പ്രോഗ്രാമാണ്. പിന്നെ നിങ്ങൾക്ക് ടേബിളിൻ്റെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലിസ്റ്റ്സ് ഇൻ HTML, ലിങ്ക്സ്, ഇന്റേണൽ ലിങ്കിങ് ആൻഡ് എക്സ്റ്റേണൽ ലിങ്കിങ്, ഈ ഒരു ടോപ്പിക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചോദ്യം കൂടി നിങ്ങൾ പരീക്ഷയ്ക്ക് മുന്നായിട്ട് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒന്നുകൂടി പറയട്ടെ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടാഗ് വരുന്നത് എന്നതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആ ക്ലാസ്സിൽ നമ്മൾ പ്രോഗ്രാംസ് ഓൺലൈനായിട്ട് ആ പ്രോഗ്രാംസ് ചെയ്ത് തന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് തന്നെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എക്സാം എല്ലാവരും നന്നായിട്ട് പോയി എഴുതുക. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.